ഇനി 25 ദിവസങ്ങളാണുള്ളത്. ഇതുവരെ 35 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇന്ന് കൂടുതൽ പേർ പത്രിക നൽകും. രാഹുൽ ഗാന്ധി പത്രിക നൽകാനായി നാളെ കഴിഞ്ഞ് വയനാട്ടിലെത്തും. വ്യാഴാഴ്ചയാണ് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്രിക നൽകുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്രചരണം രണ്ടാം ഘട്ടം പിന്നിടുകയാണ്. മുഖ്യമന്ത്രിയുടെ പര്യടന പരിപാടി ഇന്ന് വയനാട് മണ്ഡലത്തിലുണ്ട്. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, മുഖ്യമന്ത്രിയുടെ പരിപാടിയടക്കം നിരവധി തെരഞ്ഞെടുപ്പ് പരിപാടികളുമായി നേതാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ പര്യടനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആധിയുണ്ട് എന്ന രീതിയിലുള്ള സംഭാഷണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രസംഗമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഉയർത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുക? അശ്വതി, മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമായിരിക്കുന്നത് CAA തന്നെയാണ്, പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ്. അത് സ്ഥാനാർത്ഥികൾ മുതൽ നേതാക്കൾ വരെ ആ ഒരു വിഷയത്തിലാണ്. ഇടത് വലത് ഭേദമില്ലാതെ ആ ഒരു വിഷയത്തിൽ തന്നെയാണ് പ്രചരണം നടക്കുന്നത്. ആദ്യമൊക്കെ വികസന വിഷയങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇവിടെയെല്ലാം പ്രചരണത്തിന് നേതാക്കൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി മലപ്പുറത്ത് വന്നപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം സംസാരിച്ചത് പൗരത്വ നിയമ ഭേദഗതിയും അതേ തുടർന്നുണ്ടായ സാഹചര്യങ്ങളും, ഒപ്പം തന്നെ RSSനും കോൺഗ്രസിനുമെതിരെ നിശ്ചിത വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ നിലപാട്, നയങ്ങൾ ഇതൊക്കെ തന്നെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം ഉള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷം മാത്രമാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്നത്. ഈ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം ഇനിയുള്ള പ്രസംഗങ്ങളിലും തുടരാനുള്ള സാധ്യത ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മലപ്പുറം ജില്ലയിലേക്കാണ് വരുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ 2 പ്രചരണ യോഗങ്ങളും വയനാട് നിയോജക മണ്ഡലത്തിലാണ്. ഇന്ന് രാവിലെ അദ്ദേഹം തിരുവമ്പാടിയിലും വയനാടിൻ്റെ ഭാഗമാണ്, നിലമ്പൂരും വണ്ടൂരും വയനാടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ 3 അദ്ദേഹത്തിൻ്റെ യോഗങ്ങളും വയനാട്ടിലാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസം അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ഭാരത് ന്യായ് ചോഡോ യാത്രയ്ക്കിടെ അവസാന സമയത്താണ് ഈ പൗരത്വ നിയമ ഭേദഗതി വരുന്നത്. അതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞില്ല എന്ന വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. ഒപ്പം തന്നെ AICC അധ്യക്ഷൻ ഖാർഗെയും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്ന വിമർശനമാണ് ഒക്കെ ഇടതുപക്ഷം വിഷയത്തിൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പൗരത്വ നിയമ ഭേദഗതി വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടുകൾ, ഇടതുപക്ഷമാണ് ഈ വിഷയങ്ങളിൽ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു മുന്നണി എന്ന സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം BJP വലിയ പ്രതിഷേധവും പരാതിയൊക്കെയായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെതിരെ മുന്നോട്ട് വന്നിരുന്നു. ഇന്ന് അദ്ദേഹം പറയുമ്പോൾ എന്തെല്ലാം തുടർ കാര്യങ്ങളാണ്, പ്രതിഷേധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തു തന്നെയാണെങ്കിലും മലബാറിൽ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ദിവസം രാഹുൽ ഗാന്ധി എത്തുന്നു, അതിനു പിറ്റേ ദിവസം സ്മൃതി ഇറാനി എത്തുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ കേന്ദ്ര നേതാക്കൾ മലബാറിൽ വിവിധ ജില്ലകളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം അദ്ദേഹം തെക്കൻ ജില്ലകളിൽ സംസാരിച്ചതുപോലെ ആയിരിക്കില്ല. എന്താണെങ്കിലും മലബാറിൽ അദ്ദേഹത്തിൻ്റെ പര്യടനം ഉണ്ടാവുക എന്നുറപ്പാണ്. 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതുള്ളത്. ഒന്ന്, മലബാറിൽ പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട്. രണ്ടാമതായിട്ട് വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിശ്ചിത വിമർശനം നടത്തും എന്നുള്ളതും കൂടിയാണ് ഇനി കണ്ടറിയേണ്ടത്. ഇന്നും നാളെയും അദ്ദേഹം മലപ്പുറം ജില്ലയിലുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ശരി, എന്തായാലും ഇനി 25 ദിവസങ്ങൾ മാത്രമാണുള്ളത്. CV അനുമോദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പര്യടനം തുടരുന്നു. ഇന്ന് വയനാട് മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ പര്യടനമുള്ളത്. ഒപ്പം രാഹുൽ ഗാന്ധി മറ്റന്നാൾ വയനാട്ടിലേക്ക് എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മുഖ്യമന്ത്രി രാഹുലിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ, എന്തൊക്കെയാകും അവിടുത്തെ പ്രസംഗം എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധേയമാണ്. അതിലേക്ക് എത്താം.